കർണാടകയിലെ ഹൂബ്ലിയിൽ താമസിക്കാനിടമില്ലാതെ ബസ് സ്റ്റാൻഡിലും ഹനുമാൻ ക്ഷേത്രത്തിലും ഒടുവിൽ ശ്മശാനത്തിലും കിടന്നുറങ്ങിയ പയ്യൻ ഇതെല്ലാം ചെയ്തത് തന്റെ പ്രിയ സ്വപ്നമായ ക്രിക്കറ്റിന് വേണ്ടിയായിരുന്നു. ക്രിക്കറ്റ് പ്ലെയറായി ഇന്ത്യൻ ടീമിൽ കളിക്കണമെന്ന ആഗ്രഹവുമായി അച്ഛന്റെ എതിർപ്പുകളെ വകവയ്ക്കാതെ സ്വപ്നത്തിന് വേണ്ടി എന്ത് ത്യാഗത്തിനും തയ്യാറായിരുന്ന രഘു രാഘവേന്ദ്രയ്ക്ക് വിധി പരിക്കിന്റെ രൂപത്തിൽ വില്ലനായെത്തി. കയ്യിലെ പരിക്കോടെ ബൗളിംഗ് കരിയർ അവസാനിച്ചു. ശമ്പളമില്ലാതെ കർണാടക ക്രിക്കറ്റ് അസോസിയേഷനിൽ ജോലി ചെയ്തു. 2008 ഇന്ത്യൻ ടീമിനായി നെറ്റ്സിൽ പന്തെറിയുന്ന ത്രോ ഡൗൺ സ്പെഷ്യലിസ്റ്റായി രഘു ഇന്ത്യൻ ടീമിന്റെ സപ്പോർട്ടിംഗ് സ്റ്റാഫ് അംഗമായി. കഴിഞ്ഞ T20 ലോക ചാമ്പ്യൻ പട്ടം ഇന്ത്യ നേടിയപ്പോൾ വിരാട് കോഹ്ലി ഏറ്റവും അധികം നന്ദി പറഞ്ഞത് രഘുവിനോടായിരുന്നു. മുൻകാലങ്ങളിൽ ഫാസ്റ്റ് ബോളിംഗിനെതിരെ പോരാടുന്നതിൽ നമുക്ക് ചില പോരായ്മകളുണ്ടായിരുന്നു. എന്നാൽ രഘു രാഘവേന്ദ്ര ത്രോ ഡൗൺ സ്പെഷ്യലിസ്റ്റായി ടീമിലെത്തിയതോടെ അതിൽ വലിയ മാറ്റമുണ്ടായി. ഇന്ന് ഏത് ലോകോത്തര ഫാസ്റ്റ് ബൗളിങ്ങിനെ നേരിടുന്ന തരത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ഈ കർണാടകക്കാരൻ രഘു രാഘവേന്ദ്രയാണ്.